ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ബാംഗ്ലൂർ ഭദ്രാസനം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നുവെന്നതിൽ ആ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തായി സേവനം ചെയ്യുന്ന യുവറീസ് മാർ പീരസിനോസ് തിരുമേനിയെയും ഈ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളെയും ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മറ്റെല്ലാ വിശ്വാസികളെയും പ്രത്യേകമായി നാം അഭിനന്ദിക്കുകയാണ്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂർ അരമനയോട് അടുത്ത് തന്നെ ഒരു ഓർത്തഡോക്സ് സെൻറ്റർ മൾട്ടിപർപ്പസ് കേന്ദ്രമായി നടത്താനായിട്ട് ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ പൊതുയോഗം ഔദ്യോഗികമായി തീരുമാനിച്ച് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരുന്നുവെന്ന് അറിയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ സംരംഭം ബാംഗ്ലൂർ ഭദ്രാസനത്തിനും പൊതുവായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കും ഏറ്റവും അഭിമാനകരമായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഈ സംരംഭത്തിൽ നമ്മുടെ സഭാ മക്കളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുകയും പങ്കാളികളാകുകയും ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളെ ഏവരെയും നാം ഓർമ്മിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, യേശുക്രിസ്തുവിൻ്റെ വന്യതിരുനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസന അരമനയോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് സമുച്ചയം പണിയുന്ന വിവരം നിങ്ങളേവരും അറിഞ്ഞു കാണുമല്ലോ. ഭദ്രാസന പൊതുയോഗവും ഭദ്രാസനത്തിൻ്റെ വിവിധ സമിതികളും തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവിധ വിവരങ്ങളടങ്ങുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതിനു മുൻപേ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ വിശദമായ വിവരങ്ങൾ പ്രോജക്റ്റായി റിപ്പോർട്ടായി ഇതിനോടൊപ്പം സമർപ്പിക്കുകയാണ്. ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും വിവിധ ആത്മീയ പ്രസ്ഥാന പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പരിപാടികളും നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിട്ടാണ് ഈ ബിൽഡിംഗ് സമുച്ചയം പണിയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഭദ്രാസനത്തിന് മാത്രമല്ല, മറ്റ് എല്ലാ സമൂഹത്തിലുള്ളവർക്കും പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും വിശ്വാസികളുടെയും ഇടവകകളുടെയും പൂർണ്ണമായ നേതൃത്വവും പങ്കാളിത്തവും പ്രാർത്ഥനയും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവകകൾക്കോ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ സാമ്പത്തികമായ വലിയ പ്രയാസം ഉണ്ടാകാത്ത വിധത്തിലാണ് ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ ഭദ്രാസനത്തിലെയും പരിശുദ്ധ സഭയിലെയും എല്ലാ ഇടവകകളും അതോടൊപ്പം തന്നെ ആത്മീയ സംഘടനകളും വിശ്വാസികളും കുടുംബങ്ങളും ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും നൽകി അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ എല്ലാ ആശംസകളും ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ പ്രോജക്റ്റിനും നിർമ്മാണത്തിനും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ അവരോട് നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റ് അന്യോന്യം ധൈര്യപ്പെടുത്തി. സർവശക്തനായ പിതാവിൻ്റെ സൃഷ്ടിയായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈനംദിന സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി വളർച്ചയും വികസനവും ഏതൊരു സമൂഹത്തിൻ്റെയും സജീവതയെ പ്രതിഫലിപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 2009 രൂപീകൃതമായ ബാംഗ്ലൂർ ഭദ്രാസനം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ആദ്യത്തെ 5 വർഷങ്ങൾ കൊണ്ട് ബാംഗ്ലൂർ ഈസ്റ്റ് സെൻറ് തോമസ് ഓർത്തഡോക്സ് മഹാ ഇടവക അഭിമാനപൂർവ്വം ഭദ്രാസനത്തിന് നൽകിയ 1/2 ഏക്കർ സ്ഥലവും ചാപ്പൽ അടക്കമുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങും നവീകരിച്ച് ഇപ്പോൾ കാണുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള ഭദ്രാസന ആസ്ഥാനമാക്കി മാറ്റുകയും ആ വസ്തുവിനോട് ചേർന്ന് കിടന്ന 1/2 ഏക്കർ ഭൂമി കൂടി വാങ്ങി സ്വന്തമാക്കുകയും ചെയ്തു. തുടർന്ന് ദൊഡ്ഡബേളാപ്പൂർ എന്ന സ്ഥലത്ത് എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏകദേശം 5 ഏക്കർ സ്ഥലം വാങ്ങി ഭദ്രാസനത്തോട് ചേർത്തു. ഇതിനായി ആ കാലഘട്ടത്തിൽ സ്വരൂപിച്ച 5 കോടിയോളം വരുന്ന ഭീമമായ തുക നമ്മുടെ ഭദ്രാസനത്തിലെ ഇടവകകളും അതിലെ അംഗങ്ങളും അകമഴിഞ്ഞ് നൽകിയതും, അതുപോലെ ഭദ്രാസനത്തെയും സഭയെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഉദാരമതികളായ അഭ്യുദയകാംക്ഷികൾ നൽകിയതുമാണ്. അവരെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ആ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭദ്രാസന മുൻ മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയോടും ഒപ്പം പ്രവർത്തിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും അൽമായ നേതൃത്വത്തോടുമുള്ള അഭിനന്ദനങ്ങളും സ്നേഹവും നന്ദിയും നമുക്ക് അർപ്പിക്കാം. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ സ്റ്റുഡൻറ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ആദ്യ പടിയായി ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് സമേതനഹള്ളിയിൽ 1/2 ഏക്കർ സ്ഥലം വാങ്ങാൻ നമുക്ക് സാധിച്ചു. താമസിയാതെ തന്നെ ആ വസ്തു വേലികെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ ഏലൂരിൽ പ്രവർത്തനരഹിതമായിരുന്ന മേഴ്സി ഹോമിന്റെ കെട്ടിടങ്ങൾ നവീകരിച്ച് കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കി. 2024 ജൂലൈ മാസം 18-ാം തീയതി ഹൊറമാവ് സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടന്ന ഭദ്രാസന പൊതുയോഗത്തിന്റെ തീരുമാനപ്രകാരം എഡ്യൂക്കേഷൻ സെന്ററിനായി ദൊഡ്ഡബേളാപ്പൂരിൽ വാങ്ങിയ സ്ഥലത്തെ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ഭദ്രാസനത്തിന്റെ സജീവ സാന്നിധ്യം ആ സ്ഥലത്ത് ഉണ്ടാകത്തക്കവണ്ണം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ആശീർവദിച്ച് നൽകിയ അടിസ്ഥാന ശില 2025 ജനുവരി മാസം 23-ാം തീയതി ഭദ്രാസന സഹായ മെത്രാപ്പോലിത്ത അഭിമന്യ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് തിരുമേനിയുടെ കരങ്ങളാൽ സ്ഥാപിച്ച് അവിടെ ഒരു ചാപ്പലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതോടൊപ്പം അവിടെയുള്ള കെട്ടിടം നവീകരിച്ച് വാസയോഗ്യമാക്കാനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. 2024 ജൂലൈ 18-ാം തീയതി നടന്ന ഭദ്രാസന പൊതുയോഗം അംഗീകരിച്ച് ഭദ്രാസന കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഭദ്രാസന ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിവിധ ഘട്ടങ്ങളായി പൂർത്തീകരിക്കത്തക്ക വിധം ഭദ്രാസന ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന 1/2 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഏകദേശം 16 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ഓർത്തഡോക്സ് സെന്റർ കോംപ്ലക്സിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഈ പ്രൊജക്ടിലൂടെ ഭാവിയിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നതിലുപരിയായി ഭദ്രാസനത്തിന്റെ പൊതുവായും ആത്മീയ സംഘടനാപരവുമായുള്ള മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, ക്യാമ്പുകൾ, കൺവെൻഷനുകൾ എന്നിവ നടത്തുകയും ഒഴിവു സമയങ്ങളിൽ ഭദ്രാസനത്തിന് അകത്തും പുറത്തും ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുന്നതിലൂടെ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സായി ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം ഉപരി ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ അഭിമാനകരമായ ലാൻഡ്മാർക്കായി തീരുവാൻ ഇത് ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകകൾക്കോ ഇടവക ജനങ്ങൾക്കോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാത്ത വിധം പല ഘട്ടങ്ങളായി ഈ പദ്ധതി പൂർത്തീകരിക്കത്തക്കവണ്ണമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സമിതികളുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയുടെ രൂപരേഖ നിങ്ങൾ ഏവരുടെയും അറിവിലേക്കും നിർദ്ദേശങ്ങൾക്കുമായി ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. ഈ പദ്ധതിയുടെ ഏരിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ടോട്ടൽ ലാൻഡ് ഏരിയ 22,000 സ്ക്വയർ ഫീറ്റും ബേസ്മെന്റ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ആൻഡ് മെസനൈൻ ഫ്ലോറുകൾ അടക്കം 57,000 സ്ക്വയർ ഫീറ്റ് ബിൽറ്റപ്പ് ഏരിയയുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് കോംപ്ലക്സിന്റെ ഫ്രണ്ട് എലിവേഷനാണ്. ബേസ്മെന്റും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് പാർക്കിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കോൺഫറൻസ് ഹാൾ, ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ, കിച്ചൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, റെസ്റ്റ് റൂം എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സെക്കൻഡ് ഫ്ലോറും മെസനൈൻ ഫ്ലോറും ചേർന്ന് ഏതാണ്ട് 1000-ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഓഡിറ്റോറിയമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ കാണുന്നത് പ്രൊജക്ടിന്റെ സെക്ഷൻ ഡ്രോയിങ് ആണ്. മുകളിൽ പറഞ്ഞതുപോലെ 22,000 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഏരിയയും 57,000 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയുമാണ് ഉള്ളത്. 2024 ജൂലൈ മാസം 18-ാം തീയതി നടന്ന ഭദ്രാസന ജനറൽ ബോഡിയുടെ ആലോചന അനുമതി പ്രകാരം ഏകദേശം 16 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവായി പ്രതീക്ഷിക്കുന്നത്. ഇന്റീരിയേഴ്സ് അടക്കം 1 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 3,000 രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പദ്ധതികളും നാം എല്ലാവരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹകരണത്തോടും പ്രാർത്ഥനയോടും കൂടിയാണെന്ന് നമുക്ക് നിഷ്പക്ഷമായി പറയാൻ സാധിക്കും. അതിന് പ്രകാരം ഈ പദ്ധതിയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം താഴെ പറയുന്ന രീതികളിൽ ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഭദ്രാസനത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 10 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ 30,000 രൂപ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് തവണകളായി സ്വരൂപിക്കുക. ഭദ്രാസനത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുക. കോംപ്ലക്സിന്റെ വിവിധ ഭാഗങ്ങൾ റൂമുകളായോ ഹാളുകളായോ ഫർണിച്ചറുകളായോ സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. വ്യക്തിഗത പലിശരഹിത വായ്പകൾ സ്വീകരിക്കുക. സംസ്ഥാന സർക്കാരിൽ നിന്നും കിട്ടാവുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. പദ്ധതിയോടനുബന്ധിച്ച് പബ്ലിഷ് ചെയ്യുന്ന സുവനീറിൽ നിന്നും വരുമാനം കണ്ടെത്തുക. ഈ പ്രൊജക്ട് സംബന്ധമായോ ഇതിന്റെ ധനസമാഹരണ സംബന്ധമായോ മറ്റെന്തെങ്കിലും പ്രാവർത്തികമായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും വേഗം രേഖാമൂലം അവ ഭദ്രാസന കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതാണ്. ആയത് ഭദ്രാസന ഡെവലപ്മെന്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അഭിമന്യ തിരുമേനിയുടെ കൽപ്പനയിലൂടെ ഇത് സംബന്ധമായ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ബ്രോഷറുകളും വീഡിയോ പ്രസന്റേഷനുകളും എല്ലാ ഇടവകളിലും അവതരിപ്പിച്ച് സാമ്പത്തിക സ്വരൂപണത്തിന്റെ ക്രമീകരണം നടത്താനാണ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആലോചിച്ചു വരുന്നത്. നമ്മുടെ ഭദ്രാസനത്തിന്റെ വികസനം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യവും അതിലുപരി ഉത്തരവാദിത്വമാകുന്നു. ആയതിനാൽ ഈ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായി നാം ഓരോരുത്തരും ഇടവക വികാരിമാരോടും ഭരണസമിതിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നെഹമ്യാവ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇത് സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ നമുക്ക് എഴുന്നേറ്റ് പണിയാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ.